തലയിൽ കല്ലു വീണയാളെ എന്തു ചെയ്യണം? ക്ലാസ് ജലദോഷിക്കുന്നിൽ ക്ലാസ് എടുക്കുന്നത് ശുശ്രു കരടി. വരൂ, പങ്കെടുക്കൂ. വഴിയിൽ ആരെങ്കിലും ബോധം പോയി കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? ബോധം എവിടെ പോയെന്ന് തിരയണം. അല്ല, ബോധം കെട്ടത് തലയിൽ കല്ലു വീണിട്ടാണോ എന്ന് ആദ്യം അറിയണം. അതെങ്ങനെ അറിയും? ബോധം കെട്ട ആളോട് ചോദിക്കും. അല്ല, കല്ലിനോട് ചോദിക്കും. തലയിൽ കല്ലു വീണ മുറിവുണ്ടോ എന്ന് നോക്കിയാൽ പോരെ? അത് മതി. കല്ലു വീണിട്ടാണെങ്കിൽ ഉടനെ ബോധക്കേടുകാരനെ എടുത്തുകൊണ്ട് പോവുക. എങ്ങോട്ട്? പുഴക്കരയിലേക്ക്. എന്നിട്ട് മുഖത്തു വെള്ളം തളിക്കുക. ബോധം വീഴും. വീണില്ലെങ്കിലോ? എങ്കിൽ ഒന്ന് കുലുക്കി വിളിക്കുക. ബോധം വീഴും. വീണില്ലെങ്കിലോ? എന്നിട്ടും ബോധം വീണില്ലെങ്കിൽ ഒന്ന് എക്കിളിയാക്കുക. ബോധം വീഴും. വീണില്ലെങ്കിലോ? എന്നിട്ടും വീണില്ലെങ്കിൽ ഒട്ടും സമയം കളയാതെ വൈദ്യരുടെ അടുത്തെത്തിക്കുക. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. തലയിലെ മുറിവ് നോക്കിയാൽ പിന്നെ വെള്ളം തളി, കുലുക്കി വിളി, ഇക്കിളി, വൈദ്യരെ വിളി. വെള്ളം തളി, കൊലക്ക് വിളി, എക്കിളി, വൈദ്യരുടെ വിളി. അയ്യോ, ശരു. തലയിൽ കല്ല് വീണ ഒരു പുലിയെ രക്ഷിക്കാൻ നോക്കിയതാ. അതിനവൻ്റെ ചേട്ടൻ എന്നെ തല്ലാൻ വരുന്നു. തലയിൽ മുറിവ് കണ്ടു, വെള്ളം തളി, കുലുക്കി വിളി, ഇക്കിളി എല്ലാം ചെയ്തു. ബോധം വീഴാഞ്ഞപ്പോൾ വൈദ്യരുടെ അടുത്തും എത്തിച്ചു. ഷേടാ, പിന്നെന്തിനാ ചേട്ടാ ഷേരുവിനെ തല്ലുന്നത്? തലയിൽ കല്ല് വീണ അനിയനെ ഞാൻ വൈദ്യരുടെ അടുത്ത് എത്തിച്ചതാ. അവിടെ നിന്ന് ഇങ്ങനെ അനിയനെ എടുത്തുകൊണ്ട് പോയത്. എൻ്റെ മരമണ്ടൻ ഷേരു, തന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഓടടാ ഓട്ടം.